ബോഡി ക്ലിനിക്, ശിവപ്രിയ ആർക്കേഡ്, സൗത്ത് നട, തിരുനക്കര. ലാമിയർ മാട്രസ് സുഖമായ ഉറക്കത്തിന് ലാമിയർ ഉള്ളപ്പോൾ പിന്നെ എന്തിന് ടെൻഷൻ? വാർത്തകൾ തുടരുകയാണ്. നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. നെടുമ്പാശ്ശേരിയിൽ CASF ഉദ്യോഗസ്ഥർ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് തുറവൂർ സ്വദേശി ഐവിൻ ജിജോ. കൊലപാതകം വാഹനത്തിൽ സൈഡ് നൽകുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന്. തർക്കത്തിന് പിന്നാലെ ഐവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയെന്ന് FIR. CASF ഉദ്യോഗസ്ഥരെ നെടുമ്പാശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. മലപ്പുറം കാളികാവിൽ കാണാതായ ടാപ്പിംഗ് തൊഴിലാളി കൊന്നത് കടുവയെന്ന നാട്ടുകാർ. കല്ലാമൂല സ്വദേശി ഗഫൂറിന്റെ മൃതദേഹം കണ്ടെത്തിയത് RRTയുടെ പരിശോധനയിൽ. മൃതദേഹം മാറ്റാൻ സമ്മതിക്കാതെ പ്രതിഷേധവുമായി നാട്ടുകാർ. ആ കോഴി ഫാമിന്റെ മതിൽ എടുത്ത് ചാടുന്ന ശരിക്ക് കണ്ടു. അയാൾ ഹെഡ്ലൈറ്റ് കെടുത്താതെ നോക്കി ഇങ്ങനെ നിന്ന്. ഹെഡ്ലൈറ്റ് കെടുത്ത അയാൾക്ക് പേടി. കടുവന്നെ ആയിരിക്കാനാണ് സാധ്യത. 2 പ്രാവശ്യം അവിടെ ചോര വെള്ളമുണ്ട്. അവിടെ കടക്കണം കണ്ട ആൾക്കാരുണ്ട്. കടുവയെ മയക്കുവെടി വെക്കുമെന്ന് വനം വകുപ്പ്. വെറ്റിനറി സംഘം കാളികാവിലേക്ക്. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് തന്നോട് ആലോചിക്കാതെ എന്ന K. സുധാകരന്റെ പരസ്യ പ്രസ്താവനയിൽ അതൃപ്തി അറിയിച്ച ദേശീയ നേതൃത്വം. സുധാകരന്റെ പ്രതികരണം സ്വകാര്യ മാധ്യമത്തോട്. പരസ്യ പ്രതികരണം ശരിയായില്ലെന്ന് AICC നേതൃത്വം. സുധാകരൻ വിഷയത്തിൽ അഭിപ്രായം പറയാനില്ലെന്ന് രമേശ് ചെന്നിത്തല. ഇത് പാർട്ടി ഒറ്റക്കെട്ടായി പോവേണ്ട സമയം. പാർട്ടി പ്രവർത്തകരെ വേദനിപ്പിക്കുന്ന ഒന്നിലും പ്രതികരിക്കില്ലെന്നും ചെന്നിത്തല. ഞാൻ പാർട്ടി കാര്യങ്ങൾ പരസ്യമായി അഭിപ്രായം പറയാൻ താല്പര്യമില്ല. പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട സമയമാണ്. പാർട്ടി പ്രവർത്തകരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തിലും ഞാൻ പ്രതികരിക്കില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചെന്ന വെളിപ്പെടുത്തലുമായി മുൻ മന്ത്രി G. സുധാകരൻ. CPIM സ്ഥാനാർത്ഥിക്ക് വേണ്ടി തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തി. കൃത്രിമം കാണിച്ചത് 36 വർഷം മുൻപ് KV ദേവദാസ് 2ാം തവണ. നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ വാഹനം ഇടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. വാഹനത്തിന്റെ സൈഡ് കൊടുക്കാത്തതിനെ ചൊല്ലി ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന്